ഈ വർഷത്തെ നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചത് അറിഞ്ഞായിരുന്നോ? പിന്നെ വൻ വിവാദമായിട്ടുള്ളൊരു സംഭവമാണല്ലോ ഇപ്രാവശ്യത്തെ. അതിൽ ഒരുപാട് അവാർഡുകൾ ഉണ്ട്, പലർക്കും പല വിയോജിപ്പുകളുള്ളത്. പക്ഷെ അതിലേക്കൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. പക്ഷെ അതിൽ ഒരു 2 അവാർഡുകൾ മെയിനായിട്ട് ബെസ്റ്റ് ഡയറക്ഷനും ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫിയും അത് വളരെ വിവാദമാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതുപോലൊരു തോന്നൽ. കാരണം കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു പടം ഈ കഴിഞ്ഞ വർഷം ഓൾറെഡി ഈ പടം ഇറക്കി നമ്മുടെ കേരളത്തിൽ ഇത് ബാൻ ചെയ്തു. എന്തുകൊണ്ടാണ് ബാൻ ചെയ്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിയില്ല എന്ന് വെച്ചാൽ സർക്കാർ ഇവിടെ അത് ബ്ലോക്ക് ചെയ്തതായിരുന്നു. ഞാനൊരു 4 ദിവസം എടുത്ത് ഇപ്പോഴും ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഇങ്ങനെ എത്തിക്കുന്നത് കണ്ടു തീർക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് ഈ സിനിമയ്ക്ക് ഇത്തരത്തിലുള്ള അവാർഡുകൾ കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതിന് പിന്നിൽ കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ അജണ്ട കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. കാരണം ഒരു വലിയ കള്ളം ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് പറഞ്ഞിട്ട് അതൊരു വലിയ സത്യമാക്കി മാറ്റാനുള്ള ഒരു നിലപാടാണ് ഇവരിവിടെ തീരുമാനിച്ചിട്ടുള്ളത്. സത്യമായിട്ടും. കാരണം ഇപ്പൊ കേരളത്തിന്റെ ഒരു സ്വഭാവം എടുത്താൽ നമുക്ക് കേരളത്തിനകത്ത് ജീവിക്കുന്നവർക്കറിയാം. ഇവിടെ നമുക്ക് മതമോ ജാതിയോ നമ്മുടെ ഇടയിൽ ഒരു തരത്തിലുള്ള വേർപാടില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് ഉറങ്ങുന്നത് അല്ലെങ്കിൽ ഒരുമിച്ച് ഉണ്ടെന്നൊക്കെ പല മതക്കാരായിരിക്കാം. എല്ലാവരും വ്യത്യസ്ത സർക്കിളാണ്. പക്ഷെ നമ്മൾ അതിനെപ്പറ്റി തിങ്ക് ചെയ്യുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ മനോഹരമായിട്ട് ആളുകൾ ഒരുമിച്ച് പോകുന്ന ഒരു കേരളം എന്നൊരു സംസ്ഥാനത്തെ മറ്റുള്ളവരുടെ കണ്ണില്, അതായത് ബാക്കി ലോകത്തിലും രാജ്യത്തിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ ഇടയിലൊക്കെ കേരളമാണ് ഇവിടെ ഇന്ത്യയിൽ നിന്ന് ISIS തീവ്രവാദ മുസ്ലിം തീവ്രവാദ സംഘടനയിലേക്ക് ഗേൾസിനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന സംസ്ഥാനം എന്നുള്ള രീതിയിൽ ഒരു വൃത്തികെട്ട ഒരു നുണ കേന്ദ്ര സർക്കാർ ഇതിലൂടെ പ്രചരിപ്പിക്കുകയാണ്. കേരളത്തിൽ എവിടെയെങ്കിലും എനിക്ക് തോന്നുന്നത് ചരിത്രത്തിൽ ഒരു 2 സ്ത്രീകളോ അങ്ങനെ എന്തോ ഒന്ന് കേരളത്തിൽ നിന്ന് ഈ ഒരു സംഘടനയിലേക്ക് പോയിട്ടുണ്ട് എന്ന് വെച്ച് ഈ 3 കോടി ജനങ്ങൾ ജീവിക്കുന്ന ഈ കേരളത്തെ മൊത്തത്തിൽ ഇവിടെയുള്ള മുസ്ലിം ഗേൾസ് മറ്റു മതത്തിലുള്ള ഗേൾസിലെ കൺവേർട്ട് ചെയ്ത് തീവ്രവാദ സംഘടനയിൽ കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം. ഒന്നെന്ന് വെച്ചാല് ഈ ഇന്ത്യക്കകത്ത് ഇതിലെ കേരളവും നമ്മളും ഈ രാജ്യത്തിനകത്തുള്ള ഒരു സംസ്ഥാനം തന്നെയാണ്. എന്നിട്ടാണ് ഇത്തരത്തിലൊരു നുണ ലോകത്തിനോട് വിളിച്ചു പറയുന്നത് നമ്മളെ പറ്റിയിട്ട്. ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് എന്തൊക്കെ ചെയ്താലും കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്നവർക്ക് കേരളത്തിനകത്ത് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോ അവര് ലക്ഷ്യം വെക്കുന്നത് ഇവിടെയുള്ള ജനങ്ങളെ തമ്മിലടിപ്പിക്കുക, മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുക, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ മൊത്തം നമ്മളെ ശത്രുക്കളാക്കുക. അത്തരത്തിലൊരു അജണ്ടയാണ് ഇതിന് പിന്നിൽ നടപ്പാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് നമ്മൾ ഇതിനെതിരെ റിയാക്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. കാരണം നമ്മുടെ ഒരു സമാധാന ജീവിതത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു വൃത്തികെട്ട നിലപാടാണ് ഈ ഒരു അവാർഡ് പ്രഖ്യാപനത്തിലൂടെ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. നമ്മുടെ കേരളത്തിനെ കുറിച്ചുള്ള ഒരു മൂവിയല്ല. നമ്മുടെ കേരളം എന്തായാലും ഇങ്ങനെയല്ല.